ഭാസുരാങ്കൻ പ്രസിഡന്റായ മാറനല്ലൂർ ക്ഷീരസംഘത്തിന് ക്ഷീരവികസന വകുപ്പ് നൽകിയ 20 ലക്ഷം രൂപ സംഘത്തിൽ കാണാനില്ല. മിൽമയിൽ നിന്ന് സാധനം എടുത്ത് വിൽപ്പന നടത്താനാണ് CPI ഭരിക്കുന്ന വകുപ്പിൽ സ്വാധീനമുണ്ടായിരുന്ന N ഭാസുരാങ്കന്റെ സംഘത്തിന് ഇത്ര വലിയ തുക അനുവദിച്ചത്. N ഭാസുരാങ്കൻ മിൽമ അഡ്മിനിസ്ട്രേറ്ററായിട്ടിരിക്കെ വേറെയും തട്ടിപ്പ് നടത്തിയതിന് തെളിവുകൾ നോക്കൂ. അദ്ദേഹം കണ്ടല സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റായിരുന്നു. തട്ടിപ്പോട് തട്ടിപ്പായിരുന്നു. മാറനല്ലൂർ ക്ഷീരസഹകരണ സംഘത്തിന്റെ കാര്യത്തിൽ തട്ടിപ്പായിരുന്നു. മിൽമയിൽ അഡ്മിനിസ്ട്രേറ്ററാക്കി, അവിടെയും തട്ടിപ്പായിരുന്നു. തട്ടിപ്പേ നിന്റെ പേരോ N ഭാസുരാങ്കൻ ആരെങ്കിലും ചോദിച്ചാൽ അത് അത്ഭുതപ്പെടാനില്ല. അപ്പോൾ ഇങ്ങനെ തന്നെ പറയുന്നതിൻ്റെ കാരണം വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. ഞങ്ങളുടെ പ്രതിനിധി TV പ്രസാദ് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് കണ്ടിട്ട് വളരെ വേഗം തിരിച്ചു വരാം. ക്ഷീരവികസന വകുപ്പ് സാധാരണഗതിയിൽ സംഘങ്ങൾക്ക് പരമാവധി 5 ലക്ഷം രൂപയാണ് വർഷങ്ങളുടെ ഇടവേളയിൽ സഹായധനമായി കൊടുക്കുന്നത്. എന്നാൽ മിൽമ അഡ്മിനിസ്ട്രേറ്റർ കൂടിയായ N ഭാസുരാങ്കൻ പ്രസിഡന്റായ മാറനല്ലൂർ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന് 20 ലക്ഷം രൂപയാണ് സർക്കാർ അനുവദിച്ചത്. CPI നേതാവ് ചിഞ്ചുറാണി മന്ത്രിയായ ക്ഷീരവികസന വകുപ്പാണ് CPI നേതാവായിരുന്ന N ഭാസുരാങ്കൻ പ്രസിഡന്റായ സംഘത്തിന് ഇത്ര വലിയ തുക അനുവദിച്ചത്. മിൽമയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങിവിറ്റ് സംഘം മുന്നോട്ട് കൊണ്ടുപോകാനാണ് തുകയെന്നാണ് ഉത്തരവിലുള്ളത്. 20 ലക്ഷം രൂപ ക്ഷീരസംഘത്തിൻ്റെ അക്കൗണ്ടിൽ വന്നതോടെ മന്ത്രി ചിഞ്ചുറാണിയെ വിളിച്ചു വരുത്തി പേരിന് ഒരു ഉദ്ഘാടനം നടത്തി. 4.5 ലക്ഷത്തിലധികം രൂപ വൈദ്യുതി കുടിശ്ശിക ഉള്ള സമയത്ത് വൈദ്യുതി ഇല്ലാതെയായിരുന്നു പൂട്ടിക്കിടന്ന ക്ഷീരയിൽ ഉദ്ഘാടനം നടത്തിയത്. ഐസ്ക്രീം അടക്കമുള്ള ഉൽപ്പന്നങ്ങൾ കറണ്ടില്ലാത്തതിനാൽ വിൽക്കാനുമായില്ല. ഉദ്ഘാടനത്തിന് പിന്നാലെ അതും അവസാനിച്ചു. കിട്ടിയ 20 ലക്ഷം കാലിയായി, പണവും തീർന്നു. മാത്രമല്ല GST അടക്കാത്തതുകൊണ്ട് വൻ തുക പിഴയടക്കാൻ GST വകുപ്പ് നോട്ടീസും കൊടുത്തു. ചുരുക്കത്തിൽ ക്ഷീരവികസന വകുപ്പ് കൊടുത്ത 20 ലക്ഷവും പോയി. GST പിഴയാണെങ്കിൽ വേറെ. കോടികളുടെ ക്രമക്കേട് നടത്തി ക്ഷീരവ്യവസായ സംഘം പ്ലാന്റ് പൂട്ടിച്ചതുപോലെ മിൽമയിൽ രജിസ്റ്റർ ചെയ്ത മാറനല്ലൂർ ക്ഷീരോത്പാദക സംഘവും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണിപ്പോൾ. കണ്ടല ബാങ്കിലും മാറനല്ലൂർ ക്ഷീരയിലും നടത്തിയ അതേ തട്ടിപ്പാണ് മിൽമയിൽ രജിസ്റ്റർ ചെയ്ത സംഘത്തിലും ഭാസുരാങ്കൻ നടത്തിയത്. ആർക്കും കിട്ടാത്ത ആനുകൂല്യവും സഹായവും സർക്കാരിൽ നിന്ന് ഭാസുരാങ്കൻ നേടിയെടുക്കുന്നു. അതെല്ലാം ധൂർത്തടിക്കുന്നു. സംഘം പ്രതിസന്ധിയിലുമാകുന്നു. റിപ്പോർട്ടർ TV പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. TV പ്രസാദ് നമുക്കൊപ്പം ചേരുന്നു. TV പ്രസാദ്, അങ്ങനെ തട്ടിപ്പിന്റെ ബഹുമുഖ പ്രതിഭ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. എവിടെയൊക്കെ അഡ്മിനിസ്ട്രേറ്ററും പ്രസിഡന്റുമായിട്ടിരുന്നുണ്ടോ അവിടെയെല്ലാം തട്ടിപ്പുകൾ നടത്തിയാണ് N ഭാസുരാങ്കൻ ഇങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പോഴും അത് നിർബാധം തുടരാൻ കഴിയുന്ന പിന്തുണ കൂടി ഭാസുരാങ്കന് കിട്ടുന്നു എന്നതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. എന്താണ് ഈ മിൽമ അഡ്മിനിസ്ട്രേറ്ററായിട്ടിരിക്കെ 20 ലക്ഷത്തിന്റെ ഇടപാട്? അതിലെന്താണ് ദുരൂഹത TV പ്രസാദ്? അരുൺ, ഗുഡ് മോർണിംഗ്. ഒരുപാട് കാലം നമ്മൾ ഭാസുരാങ്കൻ്റെ തട്ടിപ്പുകളുടെ വാർത്ത കൊടുത്തു. ആ വാർത്തകൾ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് അരുൺ. ഓരോ ദിവസവും ഓരോ കാര്യങ്ങളായി പൊങ്ങി വരികയാണ്. അപ്പോൾ നമുക്കത് പറയാതിരിക്കാനും കഴിയില്ലല്ലോ. അരുൺ സൂചിപ്പിച്ചതുപോലെ ഒരു ലോക തട്ടിപ്പുകാരനാണ് N ഭാസുരാങ്കൻ എന്ന കാര്യം ഓരോ നിമിഷവും പുറത്തേക്ക് വരികയാണ്. അരുൺ നേരത്തെ പറഞ്ഞതുപോലെ കണ്ടല ബാങ്കിൽ 101 കോടി രൂപയുടെ ക്രമക്കേട് നടത്തിയതിനാണ് N ഭാസുരാങ്കനും മകൻ അഖിൽജിത്തും ഇപ്പോൾ ജയിലിൽ കഴിയുന്നത്. അതുകൂടാതെ മാറനല്ലൂർ ക്ഷീര എന്ന് പറയുന്ന വലിയൊരു സ്ഥാപനമുണ്ടായിരുന്നു. ആയിരക്കണക്കിന് ക്ഷീര കർഷകരുടെ ആശ്രയമായിരുന്നു ആ സ്ഥാപനം. അവിടെയും ക്രമക്കേട് നടത്തി അതിൻ്റെ പ്ലാന്റും സ്ഥാപനവും എല്ലാം പൂട്ടിച്ചതിന് ശേഷമാണ് ആ ക്ഷീര വ്യവസായ സഹകരണ സംഘത്തെ മിൽമയിൽ രജിസ്റ്റർ ചെയ്ത് അപ്കോ സംഘമാക്കി മാറനല്ലൂർ ക്ഷീരോത്പാദക സഹകരണ സംഘമാക്കി മാറ്റി മിൽമയുടെ അഡ്മിനിസ്ട്രേറ്ററായി മാറിയത്. ഇതെല്ലാം CPI നേതാവായതുകൂടി കൊണ്ടാണ്. മാത്രമല്ല നാട്ടുകാരെ നേരിട്ട് പറ്റിക്കുന്നതിനൊപ്പം എങ്ങനെയൊക്കെ തൻ്റെ സ്വാധീനം ഉപയോഗിച്ച് സർക്കാരിൽ നിന്ന് ഫണ്ട് വാങ്ങിയെടുത്ത് അതും പറ്റിക്കാം എന്ന് റിസർച്ച് ചെയ്ത് നടപ്പിലാക്കിയ ആളാണ് ഭാസുരാങ്കൻ എന്നാണ് ഓരോ ദിവസത്തെയും കാര്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ മനസ്സിലാകുന്നത്. ഇപ്പോൾ അരുൺ ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ, മിൽമയുടെ നേതൃത്വത്തിൽ സംഘങ്ങൾക്ക് വിവിധ തരത്തിലുള്ള സഹായങ്ങൾ നൽകാറുണ്ട് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ. ക്ഷീരവികസന വകുപ്പ് മന്ത്രി ചിഞ്ചുറാണി, CPI നേതാവായ ചിഞ്ചുറാണിയുടെ വകുപ്പാണ്. ആ വകുപ്പ് സംഘങ്ങൾക്ക് സഹായത്തിന് വേണ്ടി പലപ്പോഴും പണം കൊടുക്കാറുണ്ട്. പക്ഷേ 10-15 വർഷത്തിൻ്റെ ഇടവേളയിൽ ഒരു സംഘത്തിന് പരമാവധി കൊടുക്കുക 5 ലക്ഷമാണ്. 2, 3, 1 ലക്ഷമാണ് സാധാരണഗതിയിൽ കിട്ടുക. പക്ഷേ ഭാസുരാങ്കൻ്റെ സംഘം പ്രതിസന്ധിയിലാണെന്ന് പറഞ്ഞതോടുകൂടി 20 ലക്ഷം രൂപ കൊടുക്കാൻ തീരുമാനിച്ചു. മിൽമയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി വിൽക്കാനുള്ള ഒരു കൗണ്ടർ തുടങ്ങാനാണെന്നാണ് പറഞ്ഞത്. കൗണ്ടർ തുടങ്ങി, ചിഞ്ചുറാണിയെ കൊണ്ട് ഉദ്ഘാടനവും ചെയ്യിച്ചു.
ആ സമയത്ത് കറണ്ട് ഉണ്ടായിരുന്നില്ല, ഐസ്ക്രീം ഉൾപ്പെടെ കൊണ്ടുവരുന്നില്ല, അത് അപ്പോൾ തന്നെ പൂട്ടി. ചുരുക്കത്തിൽ 20 ലക്ഷം കാണാനില്ല. അതിന് പിന്നാലെ GST വകുപ്പ് പിഴ ചുമത്തി ഇതിന് GST അടക്കാത്തത് കൊണ്ട് ചുരുക്കത്തിൽ 20 ലക്ഷവും പോയി. GSTയുടെ വൻ തുക മുന്നിൽ നിൽക്കുന്നു. ഈ സംഘവും അധികം വൈകാതെ കടുത്ത പ്രതിസന്ധിയിലായി പൂട്ടിപ്പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അരുൺ. ഓക്കെ, TV പ്രസാദാണ് ആ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്. TV പ്രസാദ്, അപ്പോൾ ഹാപ്പി ഈസ്റ്റർ ഇന്ന്.